സഫർ മാസത്തിലെ ഒടുവിലെ ബുധൻ, സഫർ മാസത്തിലെ അവസാന ബുധൻ ശക്തമായ അശുഭമായ നെഹസിന്റെ ദിവസമാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അള്ളാഹ് ആ ദിവസത്തിൽ അതിന് പരിഹാരമായി നാം ചൊല്ലേണ്ട പ്രധാനപ്പെട്ട ദിക്റുകൾ, സ്വലാത്തുകൾ എന്തൊക്കെയാണ് എന്ന് ഇൻഷാ അള്ളാഹ് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ഉസ്താദേ, ഞാൻ ആ ദിക്ർ എങ്ങനെ ചൊല്ലും? എനിക്ക് ആ ദിക്ർ കാണാണ്ട് അറിയില്ലല്ലോ, അത് ചൊല്ലാനുള്ള മാർഗം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്ന പല ആളുകളുമുണ്ട്. എന്നാൽ അവരാരും പേടിക്കേണ്ടതില്ല. ഈ വീഡിയോയുടെ സ്ക്രീനിൽ തന്നെ ചൊല്ലേണ്ട ദിക്ർ, സ്വലാത്ത് എല്ലാം നമ്മൾ കാണിക്കുന്നതാണ്. ഇൻഷാ അള്ളാഹ് അത് നോക്കി നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് ചൊല്ലാനും ഓതാനും കഴിയും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, ബുധനാഴ്ച രാവ്, അതായത് ഇന്ന് ഇശാ നമസ്കാര ശേഷം നാം ചൊല്ലേണ്ട പ്രധാനപ്പെട്ട ഒരു സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ. അതെന്താണ്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അസീം എന്ന ഈ സ്വലാത്ത് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് സ്ക്രീനിലൂടെ വളരെ വ്യക്തമായിട്ട് ചൊല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അസീം എന്ന ഈ സ്വലാത്ത് 20 തവണ നിങ്ങൾ എല്ലാവരും വ്യക്തമായിട്ട് ചൊല്ലണം. അങ്ങനെ സ്വലാത്തുൽ ഫാത്തിഹ് എന്ന മഹത്തരമായ സ്വലാത്ത് ചൊല്ലിയതിനു ശേഷം ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന ദിക്ർ 450 പ്രാവശ്യം നിങ്ങൾ ചൊല്ലണം. ഈ ദിക്ർ ചൊല്ലിയതിനു ശേഷം ഈ പറയാൻ പോകുന്ന ഇസ്മ 129 പ്രാവശ്യം നിങ്ങൾ ചൊല്ലണം. ഏതാണ് ആ ഇസ്മ? യാ ലത്തീഫു യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ് എന്ന ഈ ഇസ്മ 129 തവണ ചൊല്ലുകയും അതിനുശേഷം മുമ്പ് പറഞ്ഞ സ്വലാത്ത് വീണ്ടും ആവർത്തിക്കുകയും, ഏറ്റവും ആദ്യം പറഞ്ഞ സ്വലാത്ത് വീണ്ടും ആവർത്തിച്ച് ചൊല്ലുകയും. ഇനി ബുധനാഴ്ച, അതായത് നാളെ പകൽ സമയത്ത് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒരു യാസീൻ ഓതണം. യാസീൻ ഓതുമ്പോൾ 58ാമത്തെ ആയത്തെത്തുമ്പോൾ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന ഈ ആയത്ത് 313 തവണ ആവർത്തിച്ച് ചൊല്ലണം. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന് 313 തവണ ആവർത്തിച്ച് ചൊല്ലുകയും ശേഷം യാസീൻ പൂർത്തീകരിക്കുകയും നിങ്ങൾ ചെയ്യണം. അതിനുശേഷം സ്വലാത്തുൽ മുൻജിയ എന്നറിയപ്പെടുന്ന സ്വലാത്ത് നിങ്ങൾ ചൊല്ലണം. ഇൻഷാ അല്ലാഹ് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിച്ചു തരും, അത് നോക്കി നിങ്ങൾ ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ സ്വലാത്തൻ തുൻജീനാ ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ആഫാത്ത് വതഖ്ദി ലനാ ബിഹാ ജമീഅൽ ഹാജാത്ത് وتطهرنا بها من جميع السيئات وترفعنا بها أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات اللهم اصرف عنا شر ما ينزل من السماء وما يخرج من الأرض إنك على كل شيء قدير وصلى الله تعالى على سيدنا محمد وعلى آله وصحبه وسلم എന്ന് സ്വലാത്തുൽ മുൻജയും അവസാനം പറഞ്ഞ ദുആയും ചൊല്ലി തീർത്ത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആ ബുധനാഴ്ച നാളത്തെ പകൽ വളരെ ധന്യമാക്കണമെന്ന് വളരെ വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു. നാളത്തെ ദിവസം എല്ലാവർക്കും വേണ്ടി വരാനിരിക്കുന്ന ആപത്തുകളിൽ നിന്നൊക്കെ കാവല് കിട്ടാൻ നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണം. ദുആ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാ ആപത്തുകളിൽ നിന്നും മുസീബാത്തുകളിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.